അയിക്കൂടെ യാത്ര വായിച്ചു കഴിഞ്ഞോളം പഴയ ആ ഓർമ്മയിലേക്ക് മാത്രം അന്ന് എല്ലാവർക്കും സങ്കടപ്പെട്ടൊരു രസം. അന്ന് കിട്ടി ഒറ്റയിരുപ്പ് തന്നെ ഫുള്ള്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. ചെള്ളപ്പുറത്തെ പിലാവിൻ്റെ കഥകളാണല്ലോ കഴിഞ്ഞ കുറച്ച് വീഡിയോസുകളിലായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ പലർക്കുമുള്ള സംശയങ്ങളായിരുന്നു ഈ നോവലിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും ഇതിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ. ഞങ്ങളുടെ നാട്ടിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെയും യഥാർത്ഥ കഥാപാത്രങ്ങളിൽ നിന്നും ഇൻസ്പിറേഷൻ ആയിക്കൊണ്ടാണ്, അവരുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളുടെ നോവലിലെ ഈ കഥയും കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഈ നോവലിലെ പ്രധാനപ്പെട്ടൊരു കഥാപാത്രം, ഈ നോവലിൻ്റെ തുടക്കം, നമ്മുടെ ഈ നോവലിൻ്റെ ഒരു അടിത്തറ എന്നൊക്കെ പറയാം. ആ കഥാപാത്രത്തിൽ നിന്നാണ് ഈ കഥ വികസിച്ച് ചെള്ളപ്പുറത്തെ പിലാവ് എന്ന ഈ വലിയ നോവൽ ഉണ്ടാവുന്നത്. അതെ, നമ്മുടെ സ്വന്തം സലീം എന്ന ക്യാരക്ടർ, ഞങ്ങളുടെ സലീം ബാവ. ഈ സലീം ബാവയുടെ ജീവിതം ഉൾക്കൊണ്ടുകൊണ്ടാണ് സലീം എന്ന ക്യാരക്ടർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൂടെയാണ് നമ്മളുടെ കഥ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതാണ് സലീം ബാവ, ഈ കഥയിലെ മൈമാജി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. ഞങ്ങൾക്കൊക്കെ അത് മൈമദാക്കാന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ മകൻ. എന്താണ് ചെള്ളപ്പുറത്തെ പിലാവ് എന്ന ഏകദേശം നിങ്ങളുടെ കഥ തന്നെ, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു ബുക്കിലൂടെ വായിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളൊരു അനുഭവം എന്തായിരുന്നു? വളരെ അത്ഭുതമായി തോന്നി. നമ്മളെ പഴയ കാലത്തേക്കാണ് പോയി. മനസ്സും അയിക്കൂടെ യാത്ര വായിച്ചു കഴിഞ്ഞോളം പഴയ ആ ഓർമ്മയിലേക്ക് മാത്രം. ഇപ്പം വലിപ്പമുള്ള ആ കാലഘട്ടത്തിൽ കൂടെ എങ്ങനെ പോയി. പിന്നെ ആദ്യത്തെ ഗൾഫിക്ക് പോയ അന്നത്തെ ശരിക്കും ഇപ്പോഴേക്കാർ അത് അതിന്റെ സങ്കടമൊക്കെ എപ്പോഴേക്കാരെ ശരിക്കും അതൊക്കെ. പിന്നെ അതില് ഉപ്പാന്റെ മരണത്തിന്റെ ഭാഗമൊക്കെ പറയുമ്പോ അതെ, ഇപ്പൊ അന്ന് എല്ലാവർക്കും സങ്കടപ്പെട്ടൊരു ദിവസം. മൊത്തം എല്ലാവരും സങ്കടപ്പെട്ടിരുന്ന സമയമായിരുന്നു അത്. നമ്മൾ കഥയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പെരുന്നാൾ ദിനം തന്നെ ആയിരുന്നു അത്. അതെ, ഇപ്പൊ മരിക്കണ സമയത്ത് ഞാൻ അവിടെ ആയിരുന്നു, വരാൻ പറ്റിയില്ല. എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. വെള്ളിയാഴ്ച, പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ച. അന്ന് നമ്മുടെ നാട്ടുകാർക്ക് ഒരു പ്രത്യേകം ഉണ്ടായിട്ടുണ്ട്. കാലത്ത് പെരുന്നാസ്കാരം, ഉച്ചക്ക് ജുമുഅ, വൈകിട്ട് ഉപ്പാൻ വൈദ്യസ്കാരം. 3 വട്ടം പള്ളി പോയ ദിവസമാണ് നാട്ടിലെ ആളുകൾ. ഈ പുസ്തകത്തിന്റെ റിലീസിന്റെ അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിങ്ങളിവിടെ നാട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അന്ന് അവിടെയാണ്, അവിടുന്നാണല്ലോ അപ്പൊ ഇത് വായിക്കണതൊക്കെ. എനിക്കിത് ഇവിടെ റിലീസാണ് പിറ്റേന്ന് അവിടെ കിട്ടി. എങ്ങനെ അയച്ചു. ഇവിടെ നിന്ന് ഒരാൾ പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കോപ്പി 2 കോപ്പി വീട്ടിൽ ബുക്ക് ചെയ്തു. ഒരു കോപ്പി അവിടെ നിന്ന് കിട്ടി, ഒരു കോപ്പി ഇവിടെ കയ്യിൽ കിട്ടി. രണ്ടാമത്തെ ദിവസം എനിക്ക് അവിടെ കിട്ടി. അങ്ങനെയാണ് വായിക്കുന്നത്. അന്ന് കിട്ടി ഒറ്റയിരുപ്പ് തന്നെ ഫുള്ള് വായിച്ചു. നമുക്ക് സത്യം പറഞ്ഞാല് നമ്മളെ നാട്ടിലത്തെ ആളുകൾക്ക് ഇത് വായിക്കുമ്പോ കുറച്ചും കൂടി അന്നത്തെ കഥകൾ ഇങ്ങനെ ഒരു വിഷ്വലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണോ? അത് കാണുന്നതായി തന്നെയായിരുന്നു. വായിച്ചിങ്ങനെ പോകുമ്പോ എല്ലാരും ഓർക്കാനും പഴയ എല്ലാരും നമ്മള് പാത്തോത്തൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളുകളാണ്. പാത്തോത്ത ആണ് പോയാല് വാസുവിന്റെ കുമ്മിണി. നമ്മളിതില് ഈ നോവലുകൊണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടുകാർക്ക് കൊടുത്തൊരു പ്രധാനപ്പെട്ട സമ്മാനം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ കുറെ ആൾക്കാരെ നല്ല ഓർമ്മകൾ നമുക്ക് ഇതിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. ഇനിയും ഇവിടുന്നാണ്ട് എല്ലാവരുടെ നമ്മളെ നാടിന്റെ ഓർമ്മ മരിക്കാതെ നിലനിൽക്കുന്നുള്ളതാണ് ഈ ഒരു നോവലുകൊണ്ട് നമുക്ക് നമ്മളെ നാടിന് കൊടുക്കാൻ പറ്റിയത്. അതെ, ഒന്നും മെനക്കെട്ടാതിന് സെക്കൻഡ് പാർട്ട് കൊടുക്കാം. ഈ കഥകളുണ്ടാവും, എല്ലാ നാട്ടിലും ഉണ്ടാവും ഇതുപോലത്തെ കുറെ കഥകളും ആളുകളും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഇതില് പറഞ്ഞ ഇപ്പൊ പാത്തോത്താനെ പോലത്തെ കഥ കുഞ്ഞിഫോക്കർ ഉസ്താദ് നമ്മളെ നാട്ടുകാരനല്ലെങ്കിൽ കൂടി 25ഓളം വർഷം നമ്മളെ നാട്ടില് അതിൽ കൂടുതൽ നിന്ന ആള്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകാരെ നമ്മുടെ ഈ ചെള്ളപ്പുറത്തിന്റെ കഥ നമുക്ക് പുറത്തേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും കൂടി ഇതുകൊണ്ട് പറ്റിയെന്നുള്ളതാണ്. അതെ, ഒരാൾ മുന്നിട്ട് ഇറങ്ങിയത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ എല്ലാവരും അറിഞ്ഞതേ.